ഇന്നുണ്ടല്ലോ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ, പൊറോട്ട കഴിക്കണമെന്ന്. അപ്പോൾ എനിക്ക് പൊറോട്ട ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, അതിനുള്ള ക്ഷമയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കെട്ടിയവൻ അവിടെ കിടപ്പുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം എനിക്ക് പൊറോട്ട ഉണ്ടാക്കി തരുമോ എന്നുള്ളത്. പൊറോട്ട ഉണ്ടാക്കി തരുമോ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നതെന്ന് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ പൊറോട്ട മേക്കിംഗ് വീഡിയോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്യൂല. നോക്കട്ടെ ഉണ്ടാക്കി തരുമോ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് എഗ് റോസ്റ്റും കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പോയി ചോദിച്ചു നോക്കട്ടെ, അവിടെ പൂണി കളിച്ച് കിടക്കുന്നുണ്ട്. എന്താ പരിപാടി? ഫോണിക്കളിയാണോ? ഒരാഗ്രഹം പൊറോട്ട കഴിക്കാൻ പോയല്ലോ. വാ, എന്നാ ഉണ്ടാക്കി തരുമോ? സാരല്ല, 7:30 മണിയല്ലോ, എന്തോ എത്ര സമയമായി? വാ, പെട്ടെന്ന് ഉണ്ടാക്കാം പൊറോട്ടയും മുട്ട റോസ്റ്റും. ഇയാൾ ഉണ്ടാക്കണം, എനിക്കറിയില്ല. പണ്ടെങ്ങാനും പൊറോട്ട മേക്കർ അല്ലായിരുന്നോ? എന്നാ ഉണ്ടാക്കി താ, പറ്റുന്ന പോലെ മതി. വാ, ആഗ്രഹം കൊണ്ടല്ലേ. വാ, ട്രൈ ചെയ്താ മതി. വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോഴാ തോന്നുന്നു പൊറോട്ട ഉണ്ടാക്കി തരാൻ സമ്മതിച്ചെന്നാണ് തോന്നുന്നത്. എന്തായാലും എനിക്ക് പൊറോട്ട കഴിച്ചാൽ മതി. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന പൊറോട്ടേനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പ്രത്യേകിച്ചൊന്നുമില്ല, മൈദയും മുട്ടയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാട്ടോ ഉണ്ടാക്കിയത്. നമുക്ക് അത്ര എക്സ്പേർട്ട് പൊറോട്ട മേക്കറൊന്നും അല്ല, പണ്ടെങ്ങാനും പൊറോട്ട ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, അത് വെച്ചിട്ടാണ് കാച്ചിയത്. എനിക്കിഷ്ടപ്പെട്ട പൊറോട്ട ആവുമോ? പൊറോട്ട ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടെങ്ങാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ ചേച്ചിക്ക് ഉണ്ടായി. അങ്ങനെ ആശാൻ മാവെല്ലാം കൂടെ കുഴച്ച് അതിന് ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊക്കെയാണ് പറയണത്. അപ്പൊ എന്തായാലും റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കാം. പൊറോട്ടയും മുട്ട റോസ്റ്റൊക്കെ റെഡിയായി ഒരു കട്ടനും ഇട്ട് നമ്മളിത് കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഇത് എത്രമാത്രം അടിപൊളിയായി എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖവും സന്തോഷവും അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ഉണ്ടാക്കി തരാൻ ഇപ്പം അമ്മയൊന്നും അടുത്തില്ലെങ്കിലും ഇതുപോലെ കെട്ടിയവനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ അല്ലേ? അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ മുട്ട റോസ്റ്റും പൊറോട്ടയൊക്കെ കഴിക്കുക, പ്ലസ് ഒരു കട്ടനും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.